ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ഓണസദ്യയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു തൈര് പച്ചടിയുടെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പാൻ വയ്ക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് തൈരേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനാവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കുക. ഈ കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2-3 മുളക് പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു കറിവേപ്പില കൂടി പൊട്ടിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 കുഞ്ഞുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മുടെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താളിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഓണസദ്യയിലേക്ക് ഒരു എക്സ്ട്രാ വിഭവമാണ് ഈ തൈര് പച്ചടി എന്ന് പറയുന്നത്. ഇനി ഞാൻ ഒരു കപ്പ് കട്ടത്തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ താളിച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് നേരെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈര് പച്ചടി റെഡിയായി. അപ്പോൾ ഈ താളിച്ചൊഴിച്ചത് തൈരുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ ഓണസദ്യയിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയും കൂടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, തൈര് പച്ചടി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കതിനെ ഇഞ്ചി പച്ചടി എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി ചേർക്കാതെ ഉള്ളിയും മുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ചേർത്തിട്ടാണ് താളിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളുമാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ടേസ്റ്റി കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓണം സ്പെഷ്യൽ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ.